സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഈ റെഫറൻസ് വെച്ച് നിങ്ങൾ ഇതിൻ്റെ ഫേസ് ഷെയ്ഡ് ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് ഇനിയും ബാക്ക്ഗ്രൗണ്ട് ചെയ്യണ്ടേ? പക്ഷേ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ ഡോണ്ട് യു വറി ഗൈസ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം. ഒന്നാമതായി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ചാർക്കോൾ പൗഡറാണ്. ഇത് കടയിൽ റെഡിമെയ്ഡായിട്ട് കിട്ടും, പക്ഷേ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 30 രൂപയുടെ ഒരു സോഫ്റ്റ് ചാർക്കോൾ പെൻസിലും ഒരു സാൻഡ് പേപ്പറും ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചാർക്കോൾ പെൻസിലാണ്. ഇതിനകത്ത് നമ്മൾ സോഫ്റ്റ് ചാർക്കോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, മീഡിയം ഹാർഡും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല അങ്ങനെ. പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി 2 മേക്കപ്പ് ബ്രഷും 2 സൈസിലുള്ള ബ്ലെൻഡിങ് സ്റ്റമ്പും പിന്നെ കോട്ടണും ടിഷ്യൂ പേപ്പറും. ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് റെഫറൻസിനെ കുറിച്ചൊരു ഐഡിയ വേണം. ലൈക്ക് എങ്ങനെയാണ് ഷെയ്ഡ് വീഴുന്നത്, എവിടെ നിന്നാണ് ഷാഡോ വരുന്നത്, ഹൈലൈറ്റ് എവിടെയാണ് വീഴുന്നത്, എവിടെ ബ്ലെൻഡ് ചെയ്യണം, എവിടെ ടെക്സ്റ്റേഴ്സ് ഇടണം, അങ്ങനെയൊക്കെ. അതിനെ നിങ്ങൾ ആദ്യം തന്നെ റെഫറൻസിനെ നല്ലോണം ഒബ്സർവ് ചെയ്യണം. സോ ഫസ്റ്റ് നിങ്ങൾ വർക്കിൻ്റെ ബോർഡർ ടേപ്പിംഗ് ചെയ്യണം. കാരണം നമ്മൾ പൗഡർ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുമ്പോഴോ ബോർഡറിൻ്റെ ഔട്ട് സൈഡിൽ വീഴും. അപ്പം നമുക്കൊരു വൈറ്റ് ബോർഡർ നമുക്ക് നല്ലോണം കിട്ടത്തില്ല, അത് അലമ്പാവും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. റെഫറൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലെ കുറേ സർക്കിൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആദ്യമേ പേപ്പറിൽ വരയ്ക്കണം. ജസ്റ്റ് ഒന്ന് സ്കെച്ച് ഇട്ടാൽ മതി. അതെന്തിനാണെന്ന് ഞാൻ പോകും വഴിയും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യമേ അത് വരയ്ക്കാം. സോ ഗൈസ്, നമ്മളങ്ങനെ ആ സർക്കിൾസ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് റെഫറൻസിൽ നോക്കിയിട്ട് ഡാർക്ക് വീഴുന്ന പോർഷൻസ് എല്ലാം ഷെയ്ഡ് ചെയ്യണം. ഇവിടെ ആ വൈറ്റ് ആയിട്ട് കിടക്കുന്ന ബ്ലേറി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മളിപ്പോഴേ വരയ്ക്കുന്നില്ല. അതിൻ്റെയൊക്കെ സ്പേസ് നമ്മൾ ഒഴിച്ചിട്ടിട്ടാണ് വേണ്ടി ഇവിടെയൊക്കെ വരയ്ക്കുന്നത്. അപ്പം നമുക്കിനി അതൊക്കെ ഷെയ്ഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ചാർക്കോൾ പൗഡറാണ്. ചാർക്കോൾ പൗഡർ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ കോട്ടൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ എഡ്ജൊക്കെ ഷെയ്ഡ് ചെയ്യുന്നത്. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കഴിവതും നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ മേളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അങ്ങനെ വീഴുവാണെങ്കിൽ തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് എല്ലാം കഴിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞേക്കണം. ഹൈലൈറ്റ് വീഴുന്ന ഭാഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാം ഷെയ്ഡ് വീഴുന്ന എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റായി കിടക്കുന്ന ഭാഗത്തൊക്കെ ബ്ലർ വീഴുന്നതാണ്. അത് ഇനി നമുക്ക് വരച്ചെടുക്കണം. റെഫറൻസ് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 ടോൺ കാണാൻ പറ്റും. ഒന്ന് ലൈറ്റ് ടോൺ, പിന്നെ മിഡിൽ ടോൺ, പിന്നെ ഡാർക്ക് ടോൺ. ഈ 3 നമ്മളിവിടെ വരച്ചെടുക്കണം. അപ്പം നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഈ മിഡിൽ ടോണാണ് വരയ്ക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതേപോലെ എടുത്തൊരു ഹാർഡ് ബ്രഷാണ്. ഈ ബ്രഷാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഡാർക്കിൽ നിന്നാണ് ലൈറ്റിലോട്ട് ഷെയ്ഡ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള എഡ്ജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അകത്തോട്ട് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ആ മിഡിൽ ടോൺ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പോർഷൻ ഷെയ്ഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന നീഡബിൾ ഇറേസറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോണോസിറ ഇറേസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ ഇറേസർ ആയാലും യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നീഡബിൾ ഇറേസറാണ്. ഇതാകുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. നമ്മുടെ ആ ക്ലേ പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അവിടെ നമുക്ക് സിമ്പിളായിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതാക്കാം. ചെറുതാക്കാം, വലുതാക്കണേ വലുതാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ് വീഴുന്ന പാർട്ടൊക്കെ കവറായി. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കളയുവാണ്. ദെൻ നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കണം. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ലൊരു ടിഷ്യൂ പേപ്പർ ആയിരിക്കണം. ക്ലീൻ ആയിട്ടുള്ള ഭാഗം നമ്മൾ നോക്കി എടുത്തിട്ട് അതിനെ 4ആയിട്ട് മടക്കണം. ഇതേപോലെ 4ആയിട്ട് മടക്കണം. എന്നിട്ട് ഒന്നുകൂടെ മടക്കി ഇതേപോലെ ത്രികോണ ഷേപ്പിലാക്കണം. എന്നിട്ട് നമ്മളതൊരു സർക്കുലർ മോഷനെ ആ സൈഡിൽ നിന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇത് അകത്തോട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ, എന്നാലേ ആ ലൈറ്റ് വീഴുന്ന ഭാഗത്തോട്ട് കേടത്തുള്ളൂ. സോ ഗൈസ്, നമ്മൾ അടുത്ത ഭാഗം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ മുന്നത്തെ തന്നെ ഇവിടെ നമുക്ക് 3 ടോൺ കാണാൻ പറ്റും. ഇവിടുത്തെ ഈ മിഡിൽ ടോണാണ് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് ടോണും പിന്നെ ഈ ഡാർക്ക് ടോണും നമ്മൾ പിന്നെയാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഫൈനലി നമ്മൾ ടോപ്പ് സൈഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 2 ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഈ സർക്കിൾസ് വരയ്ക്കണമെന്ന്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സൈഡ് എല്ലാം വരച്ചെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്.
അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടി ഇതേപോലെ സിമ്പിളാക്കി ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു സർക്കുലർ മോഷന് വേണം നമ്മളത് ബ്ലെൻഡ് ചെയ്യാൻ, എന്നാലേ നമുക്ക് അതൊരു ബ്ലേറി ടൈപ്പായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ചെയ്യണം. ഈ സൈഡിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ ഡോണ്ട് വെറി. ഈ ഒരു സൈഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് ആവും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഞാനിവിടെ വലിയ വലിയ ഏരിയസ് ഒക്കെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ചാർക്കോൾ സ്റ്റിക്കാണ്. ഇതിന് വലിയ വിലയില്ല, 5-10 രൂപയേ ഉള്ളൂ ഒരു സ്റ്റിക്ക്. ഒരു സ്റ്റിക്ക് വാങ്ങിച്ചാൽ മതി, കുറേ നാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഒരു ഇറേസർ എടുത്തിട്ട് അകത്തോട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന എല്ലാം നമ്മൾ ഇറേസ് ചെയ്ത് കളയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ അകത്തൊക്കെ ചെയ്യാൻ നേരത്ത് ഈ ഔട്ട്ലൈൻ ഒന്നും കാണാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കും. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതേപോലെ പുതിയ വീഡിയോസ് ഒക്കെ ലഭിക്കണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ബൈ.